അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അതായത് ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ആയിട്ട് പോയിന്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റോറി പോലെയാണ് ഇത് കേട്ടിരിക്കേണ്ടതും ഇത് മനസ്സിലാക്കേണ്ടതും ഇത് പഠിക്കേണ്ടതും. ഓക്കെ, സോ നമുക്ക് നേരെ നോക്കിയാലോ. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്, അതായത് മിഡിൽ ഏജസിൽ യൂറോപ്പിലെ മിഡിൽ ഏജസിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? അതുവരെയും ഉണ്ടായ മാറ്റങ്ങളല്ല, പുതിയ ചില രീതികളും പുതിയ ചില പരിഷ്കാരങ്ങളും എല്ലാം തന്നെ മിഡിൽ ഏജസ് കാലഘട്ടങ്ങളിൽ യൂറോപ്പിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് അഥവാ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താ? ചർച്ച് മെക്കാനിസം ആണ്. ഓക്കെ, അതായത് മിഡിൽ ഏജസിലെ രാജാവിനേക്കാളും ബിഷപ്പുകളെക്കാളും എല്ലാതിനേക്കാളും ആർക്കായിരുന്നു കൂടുതൽ അധികാരം? ചർച്ചിനായിരുന്നു കൂടുതൽ അധികാരം. ഓക്കെ, സോ ഈ വിഷയമാണ് നമ്മൾ ഈ യൂണിറ്റിലുടനീളം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതായത് ഈ കാലഘട്ടത്ത് സാധാരണ യൂറോപ്പിൽ ആരുണ്ട്? രാജാവുണ്ട്, പ്രജകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ അധികാരം അഥവാ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആർക്കായിരുന്നു? ചർച്ചിനായിരുന്നു. മനസ്സിലായല്ലോ? അതായത് ഇവിടെ രാജാവിനേക്കാളും എല്ലാ ബിഷപ്പുകളെക്കാളും അതേപോലെ തന്നെ എല്ലാ പ്രജകളെക്കാളും ഏറ്റവും മുകളിൽ ആരായിരുന്നു? പോപ്പായിരുന്നു. ആരാണ്? അങ്ങ് റോമിലുള്ള പോപ്പായിരുന്നു. എവിടത്തെ കഥയാണ് നമ്മൾ പറയുന്നത്? യൂറോപ്പിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ യൂറോപ്പിലുള്ള രാജാവിനേക്കാളും ബിഷപ്പുകളെക്കാളും കൂടുതൽ അധികാരം ആർക്കായിരുന്നു? അങ്ങ് റോമിലുള്ള പോപ്പിനായിരുന്നു. അതേപോലെ തന്നെ അത്രയും അധികാരം ആർക്കും ഉണ്ടായിരുന്നു? ചർച്ചിനും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ എന്താന്ന് നോക്കിയാൽ, അതായത് ആ നാട്ടില് യൂറോപ്പില് ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണ്, ഒരു കുറ്റം ചെയ്യുകയാണ് എങ്കിൽ അയാളെ ആരുടെ മുൻപിലാണ് കാണിക്കേണ്ടത്? രാജാവിന്റെ മുൻപിലാണ് കാണിക്കേണ്ടത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? അയാൾക്കുള്ള ശിക്ഷ ആര് വിധിക്കും? രാജാവ് വിധിക്കും. അങ്ങനെ ആയിരുന്നു അല്ലെ? അങ്ങനെയാണ്. എന്നാൽ മിഡിൽ ഏജസ് ആയപ്പോ യൂറോപ്പിൽ സംഭവിച്ച എന്താണ്? ചർച്ചിനുള്ള അധികാരം, ചർച്ചിന് ഒരുപാട് അധികാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, രാജാവിനേക്കാളും അല്ലെ? രാജാവിന് അതുപോലെ തന്നെ സ്റ്റേറ്റിനൊന്നും ഇത് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല, ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യമല്ല ഇത്. എന്നിരുന്നാലും ചർച്ചിന് ഇത്രയും അധികാരമുള്ള സ്ഥിതിക്ക് ഈ കുറ്റം ചെയ്ത ആളെ ആരുടെ മുൻപിലേക്കാണ് കൊണ്ടുവരിക? രാജാവിന്റെ മുൻപിലേക്കല്ല, പകരം ചർച്ചിലോട്ടാണ് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? എന്നിട്ട് ചർച്ചാണ് തീരുമാനിക്കുന്നത് ഇവൻ എന്ത് കുറ്റം ചെയ്തു, ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണം, ഇവൻ എത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരായിരുന്നു തീരുമാനിച്ചത്? ചർച്ചായിരുന്നു തീരുമാനിച്ചത്. ഇവിടെ രാജാവിനോ സ്റ്റേറ്റിനോ ഒരു റോളും തന്നെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? സോ അങ്ങനെ, അതായത് ഈ കുറ്റം ചെയ്ത ആള് പള്ളിക്കാരനാണ്, അഥവാ ചർച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ ഫൈൻ അടച്ചിട്ട് അങ്ങോട്ട് പോവാൻ പറ്റും. പണിഷ്മെന്റ് ഒന്നും അയാൾക്ക് ഈ ചർച്ച് കൊടുക്കത്തില്ല. അങ്ങനെ ആയിരുന്നു. അത്രയും അധികാരം, അത്രയും ഇൻഫ്ലുവൻസ് ആയിരുന്നു ആരിനുണ്ടായിരുന്ന, അതായത് ചർച്ചിന് ഉണ്ടായിരുന്ന. അതായത് രാജാവിനേക്കാളും അധികാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറ്റം ചെയ്ത ഒരാളെ ആ നാട്ടിലെ രാജാവിന്റെ മുൻപിൽ കാണിക്കാതെ പകരം
ശിക്ഷ വിധിക്കണം, എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് തീരുമാനം. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ആർക്കുണ്ടായിരുന്നു മിഡിൽ ഏജസില്? മിഡിൽ ഏജസ് കാലഘട്ടത്തില് ചർച്ചിന് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? എന്നാൽ ഇവിടെ ചർച്ച് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറുവശത്തുള്ള രാജാക്കന്മാർക്ക് ഇത് ഇഷ്ടാവോ? ഇല്ല. ഏത് രാജാവിനെ ഇഷ്ടാവുക? ആർക്കും ഇഷ്ടണ്ടാവില്ല അല്ലെ? കാരണം ഞാനാണ് രാജാവ് എങ്കിൽ എങ്ങനെ ഈ ചർച്ച് ഇങ്ങനെ ഒരാൾക്ക് ഒരാൾ തെറ്റ് ചെയ്താൽ എങ്ങനെ ചർച്ചിന്റെ മുമ്പിൽ എന്റെ മുമ്പിലല്ലേ കൊണ്ടുവരേണ്ടത്? അത്തരത്തിലുള്ള ഒരു മനോഭാവം എല്ലാ രാജാക്കന്മാർക്കും ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്, അതായത് ഇതിനെ ചോദ്യം ചെയ്ത് ചർച്ചിനെ ചോദ്യം ചെയ്തത് ആരായിരുന്നു? ഹെൻറി രണ്ടാമനായിരുന്നു. ഓക്കെ, ഈ രാജാക്കന്മാരുടെ പേരുകളൊക്കെ ഓർത്തു വെക്കുക. ആരായിരുന്നു ആ സമയത്ത് ഈ ചർച്ചിനെതിരെ പ്രതിഷേധം നടത്തിയത്? ആരായിരുന്നു? ഹെൻറി രണ്ടാമൻ എന്ന് പറഞ്ഞ രാജാവായിരുന്നു. ഓക്കെ, സോ ഹെൻറി രണ്ടാമൻ എന്താണ്, ഏത് തരത്തിലാണ് ഇതിനെതിരെ ചർച്ചിന്റെ അധികാരത്തിനെതിരെ പ്രതിഷേധിച്ചത് എന്ന് നോക്കുമ്പോൾ ഹെൻറി രണ്ടാമൻ ഒരു ഉടമ്പടി അങ്ങോട്ട് വെച്ചു. ഓക്കെ, ആ ഉടമ്പടിയില് സൈൻ ചെയ്യാൻ വേണ്ടി, ഒപ്പിടാൻ വേണ്ടി ആ ഉടമ്പടി ആർക്ക് അയച്ചു? പള്ളിയിലേക്ക് അയച്ചു. ആ ഉടമ്പടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരഡൻ. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരഡൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരഡൻ ആരാ ഉണ്ടാക്കിയത്? ഹെൻറി രണ്ടാമനാണ്. എന്തിനാണ്, അഥവാ എന്തൊക്കെയാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്? അതായത് കുറ്റം ചെയ്ത ഒരാളെ ചർച്ചിലോട്ട് കൊണ്ടുപോകരുത്, പകരം രാജാവിന്റെ മുൻപിലേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അവനുള്ള ശിക്ഷ, പണിഷ്മെന്റ് ആര് തീരുമാനിക്കും? ചർച്ചല്ല, പകരം രാജാവ് തീരുമാനിക്കും. അത്തരത്തിൽ ചർച്ചിനേക്കാൾ കുറച്ചുകൂടെ രാജാവിനും സ്റ്റേറ്റിനും എല്ലാം കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്ത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരഡൻ. ഹെൻറി രണ്ടാമൻ മുന്നോട്ട് വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരഡൻ എന്ന് പറയുന്നത്. എന്നാൽ രാജാവും സ്റ്റേറ്റും എല്ലാം തന്നെ ചർച്ചിന് മുൻപന്തിയിൽ നിൽക്കുന്ന, മുൻഗണന കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ചർച്ച് അതെന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. മാത്രമല്ല അന്ന് ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലച്ഛനാണ് ആര്? തോമസ് ബെക്കറ്റ്. ആരാണ് തോമസ് ബെക്കറ്റ്? ഈ പേര് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവും. അതായത് കാന്റർബറി ടേൽസിലെ കാന്റർബറി ടേൽസ് ജെഫ്രി ചോസർ എഴുതിയ കാന്റർബറി ടേൽസിലെ മെയിൻ കഥാപാത്രമാണ് അല്ലെ? ഓക്കെ, സോ അതായത് നമുക്ക് വിഷയത്തിലോട്ട് വരാം. തോമസ് ബെക്കറ്റ് ആയിരുന്നു അന്ന് ഹെൻറി രണ്ടാമൻ ആ രാജാവ് അവിടെ ഭരിച്ചിരുന്ന സമയത്ത് ആ പള്ളിയില് ഒരു പള്ളിയിലച്ഛനായിരുന്നത് ആരായിരുന്നു? തോമസ് ബെക്കറ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി ആരുടെ മുന്നിൽ വരികയാണ്? തോമസ് ബെക്കറ്റിന്റെ മുൻപിലേക്ക് വരികയാണ്. എന്നാൽ തോമസ് ബെക്കറ്റ് എന്താ ചെയ്തത്? അതങ്ങോട്ട് നിഷേധിച്ചു വിട്ടു. ഞാൻ ഒപ്പിടില്ല, സൈൻ ചെയ്യില്ല, നമുക്ക് താല്പര്യമില്ല അല്ലെ? കാരണം അത് ഇത്രയും കാലം ചർച്ച മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം രാജാവിനാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ചർച്ചക്കാർ സമ്മതിക്കോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? തോമസ് ബെക്കറ്റ് അങ്ങോട്ട് നിഷേധിച്ചു വിട്ടു, സൈൻ ചെയ്തില്ല, ഒപ്പിട്ടില്ല, പകരം അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. ഇത് ആർക്ക് ദേഷ്യം വരാൻ കാരണമായി? ഹെൻറി രണ്ടാമന്റെ ദേഷ്യത്തിന് കാരണമായി അല്ലെ? ഞാൻ ഒപ്പിട്ട്, അതായത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി, ഞാൻ രാജാവല്ലേ ആ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ആള്, അങ്ങനെ ഒരാള് ഉടമ്പടി ചെയ്യുമ്പോ അതെങ്ങനെ ഒപ്പിടാതെ വിടുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? തോമസ് ബെക്കറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആര് ഉത്തരവിട്ടു? ഈ ഹെൻറി രണ്ടാമൻ ഉത്തരവിട്ടു. എന്നാൽ അപ്പോഴേക്കും തോമസ് ബെക്കറ്റ് എന്ത് ചെയ്തു? അങ്ങോട്ട് പേടിച്ചിട്ട് എങ്ങോട്ടേക്ക് പോയി? ഫ്രാൻസിലോട്ട് ഒളിച്ചു മാറി പോയി. മനസ്സിലായല്ലോ? പക്ഷെ പിന്നീട് അങ്ങ് റോമിലുള്ള പോപ്പ് ഉണ്ടല്ലോ, പോപ്പ് അദ്ദേഹം ഇതിലൊക്കെ ഇടപെട്ട്, അതായത് ഹെൻറി രണ്ടാം തോമസ് ബെക്കറ്റ് അങ്ങ് ഫ്രാൻസിൽ എത്തിയല്ലോ പേടിച്ചിട്ട്, അറസ്റ്റ് ചെയ്യുന്നു പേടിച്ചിട്ട്. അപ്പോ പോപ്പ് ഇതിലൊക്കെ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? തോമസ് ബെക്കറ്റിനെ ഫ്രാൻസിൽ നിന്നും തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ കൊണ്ടുവന്നു അല്ലെ? അപ്പൊ ഒരു ഇങ്ങനെ ഒന്ന് അടങ്ങി പോവുകയായിരുന്നു അല്ലെ? ഹെൻറി രണ്ടാമൻ ഇങ്ങനെ ദേഷ്യമുണ്ടെങ്കിലും പോപ്പ് എല്ലാം അവരൊക്കെ വിളിച്ച് ഇടപെട്ടത് കൊണ്ട് തന്നെ എന്തായി? തോമസ് ബെക്കറ്റ് ഫ്രാൻസിൽ നിന്നും തിരിച്ചു വന്ന് യൂറോപ്പില് പിന്നെയും പഴയതുപോലെ തന്നെ എന്തായി? പള്ളിയിലച്ഛനായി സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ ഇതിനുശേഷം തോമസ് ബെക്കറ്റ് ഫ്രാൻസിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു? അതായത് ഹെൻറി രണ്ടാമന്റെ ഒപ്പം നിന്നിരുന്ന പള്ളിയിലെ കുറച്ച് പ്രമുഖ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പള്ളിയിൽ ഉണ്ടായിരുന്ന കുറച്ച്
കുറച്ച് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഹെൻറി രണ്ടാമന്റെ ഭാഗത്ത് നിന്ന ഈ ചർച്ചിലെ ആൾക്കാരനെ എന്ത് ചെയ്തു? അവരെ അങ്ങോട്ട് ഒഴിച്ചു വിട്ടു. ഓക്കെ, അവരെ അങ്ങോട്ട് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. ഇത് ഹെൻറി രണ്ടാമന് ഒരുപാട് അങ്ങോട്ട് ദേഷ്യം വരികയും ഈ ഹെൻറി രണ്ടാമൻ എന്ത് പറഞ്ഞു? ഉത്തരവിട്ടു അല്ലെ? എന്ത്? പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയോ എന്നും ഉത്തരവിട്ടു. അങ്ങനെ ഹെൻറി രണ്ടാമന്റെ സോൾജേഴ്സ് എങ്ങോട്ട് കയറി വരികയാണ്? ഈ കത്തഡ്രലിലേക്ക്, ഈ ചർച്ചിലേക്ക്, കത്തഡ്രലിലേക്ക് കയറി വരികയാണ്. എന്തിന്? തോമസ് ബെക്കറ്റിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ അവിടെ എന്താണ് നടന്നത്? ഈ ഹെൻറി രണ്ടാമന്റെ സോൾജേഴ്സ് എന്ത് ചെയ്തു? മർഡർ ചെയ്തു. ഓക്കെ, കൊലപാതകം ചെയ്തു, കൊന്നു കളഞ്ഞു. ആരെ? തോമസ് ബെക്കറ്റിനെ. മനസ്സിലായല്ലോ? കൊന്നു കളഞ്ഞതിന് ശേഷം ഹെൻറി രണ്ടാമൻ, അതായത് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടതാ, പക്ഷെ എന്തായി? സോൾജേഴ്സ് തോമസ് ബെക്കറ്റിനെ കൊന്നു കളയേണ്ടി വന്നു. ഓക്കെ, പക്ഷെ അതിനുശേഷം രാജാവല്ലേ, ഹെൻറി രണ്ടാമൻ രാജാവല്ലേ, സോ പ്രജകളുടെ മുൻപിൽ ഇങ്ങനെ പറയണ്ട, അതായത് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്, ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ളതൊക്കെ സങ്കടം വരുന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. മനസ്സിലായല്ലോ? സോ ഇവിടെ എന്താണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നോക്കാനുള്ളത് എന്ന് നോക്കിയാൽ, അതായത് തോമസ് ബെക്കറ്റിനെ കൊലപാതകം ചെയ്ത ആ കത്തഡ്രൽ, പോപ്പ്, അങ്ങ് റോമിൽ നിന്നും പോപ്പ് ഈ തോമസ് ബെക്കറ്റിനെ ഒരു സെയിന്റ് ആയിട്ട്, അതായത് ഒരു വലിയൊരു മഹാനായ ഒരു പള്ളിക്ക് വേണ്ടി മരിച്ച ഒരു മഹാനായ മനുഷ്യനായിട്ട് ആര് ഡിക്ലെയർ ചെയ്തു? ഈ പോപ്പ് ഡിക്ലെയർ ചെയ്തു. മനസ്സിലായല്ലോ? അതിനുശേഷം അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം ആ കത്തഡ്രലും, മനസ്സിലായോ, ആ കത്തഡ്രൽ പിന്നീട് എന്തായി മാറി? പിൽഗ്രിംസ്, അതായത് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒരു പുണ്യ പുരാതനമായ സ്ഥലമായി മാറി. മനസ്സിലായല്ലോ? അതായത് അവർക്ക് പിൽഗ്രിംസിന്, അതായത് തീർത്ഥാടകർക്ക്, ക്രിസ്ത്യൻസിൽ തന്നെ തീർത്ഥാടകർക്ക് ഭയങ്കര ഭക്തിയോടുകൂടി പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു കത്തഡ്രലായി മാറി. തോമസ് ബെക്കറ്റിനെ കൊലപാതകം ചെയ്ത ആ കത്തഡ്രൽ. ഓക്കെ, മാത്രമല്ല തോമസ് ബെക്കറ്റ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ആരായി? ഒരു പുരോഹിതനായി മാറി അല്ലെ, ഒരു വലിയൊരു സെയിന്റ് ആയി മാറി അല്ലെ, ദൈവത്തിന്റെ ദൂതനായി മാറി. മാത്രമല്ല പള്ളിക്ക് വേണ്ടി മരണമടഞ്ഞ ഒരു മഹാനായ മനുഷ്യനായിട്ട് ആര് മാറി? തോമസ് ബെക്കറ്റ് മാറി. മനസ്സിലായി? ഇന്നും ഈ കത്തഡ്രൽ ഉണ്ട്. ഓക്കെ, ഇന്നും ഒരുപാട് ക്രിസ്ത്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പുണ്യ പുരാതനമായ സ്ഥലമാണ് അവരുടെ. ഓക്കെ, സോ അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പോയി പ്രാർത്ഥന എല്ലാ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി യൂറോപ്പിലെ മിഡിൽ ഏജസില് പ്രധാനമായി നടന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി വേറൊന്നുമില്ല, ചർച്ച്. ഓക്കെ, ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് അത്രയും ശക്തമായ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി ചർച്ച് ഏതൊക്കെ രീതിയിലാണ് ആ നാട്ടിലെ യൂറോപ്പിൽ അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് 395 CE കാലഘട്ടമായപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി യൂറോപ്പില് മുഴുവനായിട്ട് പരന്നു. ഓക്കെ, അതായത് എങ്ങനെയാണ് യൂറോപ്പിലേക്ക് ക്രിസ്ത്യാനിറ്റി വന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ. റോമൻസ് ഇൻവേഡ് ചെയ്തതിനു ശേഷമാണ്, ഒക്കെ നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ അല്ലെ. സോ ഏകദേശം 395 CE കാലഘട്ടമായപ്പോഴേക്കും യൂറോപ്പിൽ തന്നെ ഒരുപാട് പേര് എന്തിലേക്ക് മാറി? ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി. അതോടുകൂടി തന്നെ യൂറോപ്പിന്റെ ഔദ്യോഗിക മതം ഏതായി മാറി? ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറി. മനസ്സിലായല്ലോ? സോ ഈ മിഡിൽ ഏജസിന് ചർച്ച്, അതായത് ഒരുപാട് ആൾക്കാർ റിലീജിയനെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, അത്രയും ഭ്രാന്തമായി മതത്തെ വിശ്വസിക്കുകയും പള്ളി പറയുന്നതാണ് എല്ലാം, ചർച്ച് പറയുന്ന തീരുമാനമേ ഞങ്ങള് കേൾക്കത്തുള്ളൂ, ചർച്ചാണ് വലുത് എന്നുള്ള തരത്തിലായിരുന്നു അന്നത്തെ ജനങ്ങളുടെ മനോഭാവം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഏജ് ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? എന്താണ് മിഡിൽ ഏജസിനെ എന്ത് വിളിക്കുന്നു? ഏജ് ഓഫ് ഫെയ്ത്ത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അതായത് ജനങ്ങൾ അത്രയും ചർച്ചിനെ വിശ്വസിക്കുകയും, മനസ്സിലായല്ലോ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഏജ് ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഓരോ ചെറിയ വില്ലേജിലും. ഓക്കെ, യൂറോപ്പിലെ അന്നത്തെ കാലത്ത് മിഡിൽ ഏജസിലെ യൂറോപ്പിലെ ഓരോ ചെറിയ വില്ലേജസിലും ഓരോ പള്ളിയെങ്കിലും ഉണ്ടായിരുന്നു. മാത്രമല്ല കുറച്ച് വലിയ
വിശ്വസിച്ചിരുന്നു. ഓക്കെ, മുക്കിലും മൂലയിലും എല്ലാം എന്തായിരുന്നു? പള്ളിയായിരുന്നു. ഓരോ ചെറിയ വില്ലേജിലും ഓരോ പള്ളിയെങ്കിലും നിർബന്ധമായി കാണാമായിരുന്നു. കുറച്ച് വലിയ ടൗൺ ആണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ കത്തഡ്രൽ തന്നെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ഈ ഓരോ പള്ളിയിലും ഓരോ കത്തഡ്രലിലും ഒരു ദിവസം തന്നെ സെവറൽ ടൈംസ്, അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ പ്രാർത്ഥനയും കാര്യങ്ങളും അതിനോടനുബന്ധിച്ച ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുമായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത്ര മാത്രമാണ് ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിലുപരി എക്കണോമിക് ആയിട്ട് കൂടി ചർച്ച് ഇതിന്റെ ഇടയിൽ വളരുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ആക്ച്വലി മെർച്ചൻസ്, അതായത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ പള്ളിന്റെ മുൻപിലുള്ള സ്ക്വയർ, എന്താണ് ഈ സ്ക്വയർ? അതായത് ഏകദേശം പള്ളിമുറ്റം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. പള്ളിന്റെ മുൻപിലുള്ള ഭൂമി, അവിടെ നിന്നാകണം കച്ചവടക്കാർ എന്ത് ചെയ്യേണ്ടത്? അവരവരുടെ സാധനങ്ങൾ വിൽക്കേണ്ടത്. അത് നിർബന്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുമ്പോൾ പള്ളിമുറ്റത്ത്, അതായത് സ്ക്വയർ എന്ന് നമ്മൾ വിളിക്കും. എന്താ? സ്ക്വയർ. അവിടെ നിന്നിട്ട് തന്നെ എന്ത് ചെയ്യണം? കച്ചവടം ചെയ്യണം. മാത്രമല്ല ചില പ്രത്യേക ഫംഗ്ഷൻസ് ഒക്കെ വരുമല്ലോ അല്ലെ, ഓരോ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതെല്ലാം തന്നെ എവിടെ വെച്ച് തന്നെ ആകണം? പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിമുറ്റത്തോ വെച്ച് ആകണമെന്ന് ആ കാലത്ത് നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് തന്നെ മാത്രമല്ല ഈ ചർച്ച് ഒരു വേ ഓഫ് ടാക്സ്, ഓക്കെ, ടാക്സ് പിരിക്കുന്ന മറ്റൊരു പ്രോസസ്സ് കൂടി ഇതിന്റെ ഇടയിൽ നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യൻ, ഒരാളുടെ 10ൽ 1 ഭാഗം, ഓക്കെ, അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10ൽ 1 ഭാഗം ആർക്ക് കൊടുക്കണം? ചർച്ചിന് കൊടുക്കണം. ചർച്ചിന് ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു നിയമം കൂടി അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതും ഉണ്ട്. മാത്രമല്ല മറ്റു പല രീതിക്കും ചർച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയായിട്ടും പണമായിട്ടും ഒക്കെ എന്ത് വരുന്നുണ്ട്? സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ 1050 കാലഘട്ടമാകുമ്പോഴേക്കും യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ലാൻഡ് ഹോൾഡേഴ്സ്, ഓക്കെ, ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത്, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ആർക്കായി മാറി? ചർച്ചിനായി മാറി. മനസ്സിലായില്ല? അതെ, ഒരുപാട് ടാക്സും പിന്നെ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ കുറെ ഇങ്ങോട്ട് ചർച്ച് വാങ്ങുകയാണ്. സോ ഒരു 1050 ആ കാലഘട്ടം ആകുമ്പോഴേക്കും ചർച്ചാണ് അവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ ലാൻഡ് ഹോൾഡേഴ്സും സമ്പന്നരായ ആൾക്കാരായിട്ട് അഥവാ ചർച്ച് മാറി. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് ആ മിഡിൽ ഏജസിൽ നടന്ന, അതായത് ചർച്ചിന്റെ ഇൻഫ്ലുവൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇതൊരു കഥ പോലെ കേട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത് നോക്കാം, കിങ് ജോൺ ആൻഡ് മാഗ്ന കാർട്ട. ഓക്കെ, നമ്മൾ ഇനി കടക്കാൻ പോകുന്ന ടോപ്പിക് കിങ് ജോൺ ആൻഡ് മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട ആൻഡ് കിങ് ജോണും മാഗ്ന കാർട്ടയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1199 മുതൽ 1216 വരെ ഇംഗ്ലണ്ട് ഭരിച്ച ഒരു രാജാവായിരുന്നു ആര്? കിങ് ജോൺ. മനസ്സിലായല്ലോ? സോ ഈ കിങ് ജോൺ, ഇദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ആവശ്യമില്ലാത്ത, ഓക്കെ, അൺനെസസറി ടാക്സ്, ആവശ്യമില്ലാത്തതും ഓക്കെ അതുപോലെ തന്നെ ഉള്ള ടാക്സ് കൂട്ടി വാങ്ങുകയും, ഓക്കെ, സാധാരണ ജനങ്ങളുടെ അടുത്ത് നിന്ന് ടാക്സിന്റെ ആ ഒരു എമൗണ്ട് കൂട്ടുകയും ആവശ്യമില്ലാത്ത ഓരോ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്? ടാക്സ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുക. എന്തിനാണ്? ഫോർ ദർ ലക്ഷറി ലൈഫ്. ഓക്കെ, രാജാവിന്റെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടും മാത്രമല്ല ആവശ്യമില്ലാത്ത കുറെ അൺനെസസറി വാർസ്, ഓക്കെ, ആവശ്യമില്ലാത്ത കുറച്ച് യുദ്ധങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരുപാട് എമൗണ്ട് കൂട്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ കയ്യിൽ ഇദ്ദേഹം ടാക്സ് വാങ്ങിച്ചിരുന്നത്. ഓക്കെ, ഇദ്ദേഹം വളരെയധികം എന്തായിരുന്നു? സ്വാർത്ഥനായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം അന്ന് തന്നെ രാജ്യത്തുണ്ടായിരുന്ന ബാരൻസ്, ഓക്കെ, ബാരൻസും നോബിൾസും ഇവരുടെ അടുത്തൊന്നും വലിയ രസത്തിലായിരുന്നില്ല. ഈ രാജാവ് കിങ് ജോൺ എന്ത് ചെയ്തു? ഈ ബാരൻസും നോബിൾസും ഒക്കെ അതുവരെ അനുഭവിച്ചിരുന്ന കുറച്ച് പ്രിവിലേജ്
രാജാവിന്റെ ഭരണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ യൂറോപ്പ് ഭരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ നോബിൾസിനും ബാരൻസിനും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെ? കാരണം അവർക്കൊക്കെ എതിരായിട്ടാണല്ലോ ഈ രാജാവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ബാരൻസും നോബിൾസും എല്ലാവരും കൂടി എന്ത് തീരുമാനിച്ചു? ഒന്നല്ലെങ്കിൽ കിങ് ജോൺ ഈ ഭരണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ രാജാവിന്റെ പ്രവർത്തികൾക്ക് ഒരു റെസ്ട്രിക്ഷൻ വെക്കണം. മനസ്സിലായില്ല? അതായത് തോന്നിയ പോലെ അങ്ങോട്ട് രാജാവിന് ഭരണം നടക്കില്ല. പകരം കുറച്ച് പ്രധാനപ്പെട്ട ലോസ്, ഓക്കെ, കുറച്ച് പ്രോമിസസ് അഥവാ കുറച്ച് ക്ലോസസ്, ഓക്കെ, അതായത് ചില നിയമങ്ങളൊക്കെ ആർക്ക് വെക്കണം? രാജാവിന് വെക്കണം. രാജാവിന് തോന്നിയ പോലെ അങ്ങോട്ട് ഭരിക്കാൻ ഇനി സാധിക്കില്ല. ഒന്നല്ലെങ്കിൽ അദ്ദേഹം ഈ രാജാവ് കസേര ഒഴിഞ്ഞു പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾക്കും റെസ്ട്രിക്ഷൻ വെക്കണമെന്ന് ആര് തീരുമാനിക്കുകയാണ്? കുറെ ബാരൻസും കുറെ നോബിൾസും എല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ്? തീരുമാനിക്കുകയാണ്. അങ്ങനെ കിങ് ജോണിന്റെ മുൻപിലോട്ട് വെച്ച ഒരു ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. മനസ്സിലായല്ലോ? മാഗ്ന കാർട്ടയിൽ 63 പ്രോമിസസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് 63, അതായത് രാജാവിന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 63 പ്രോമിസസ് ആണ് ആ മാഗ്ന കാർട്ടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആര് അങ്ങനെ അതായത് ബാരൻസും നോബിൾസും എല്ലാവരും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇതങ്ങോട്ട് ഈ മാഗ്ന കാർട്ട മുൻപോട്ട് വെച്ചത്. അതിലാണ് രാജാവിന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇത് ആര് സൈൻ ചെയ്തു? ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം കിങ് ജോൺ അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒപ്പിട്ട് സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ചർച്ചുമായിട്ടും ഈ ബാരൻസുമായിട്ടും നോബിൾസുമായിട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവസാനം കിങ് ജോൺ എന്ത് ചെയ്തു? മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ഒപ്പിട്ടു, സൈൻ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോ അതിൽ പിന്നെ ആ ഒരു സൈൻ ചെയ്തതിൽ പിന്നെ എന്താണ് മാഗ്ന കാർട്ടയിൽ പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള ആ ഓരോ പ്രോമിസുകളായിരുന്നു രാജാവ് അത്തരത്തിലായിരുന്നു രാജാവ് തന്റെ ഭരണം നടത്തിയിരുന്നത്. കിങ് ജോൺ മാത്രമല്ല കേട്ടോ, അതിനുശേഷം വന്ന എല്ലാ രാജാക്കന്മാരും ഇതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഭരണം നടത്തി വന്നത്. അതുവരെയും രാജാക്കന്മാർക്ക് തോന്നിയ പോലെ അങ്ങോട്ട് ഭരിക്കാം, അല്ലെ? തോന്നിയ എമൗണ്ട് ടാക്സ് വാങ്ങാം, തോന്നിയ ആളിനെ ശിക്ഷിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ മാഗ്ന കാർട്ട നിലവിൽ വന്നതിന് ശേഷം എന്തായി മാറി? മാഗ്ന കാർട്ടയിലെ ഓരോ പ്രോമിസസിനനുസരിച്ചായി മാറി ഓരോ രാജാക്കന്മാരുടെയും ഭരണം. ഓക്കെ, അതായത് മാഗ്ന കാർട്ടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 63 പ്രോമിസസിൽ ചിലതെല്ലാം ഇപ്പോഴത്തെ ബ്രിട്ടനിലുള്ള ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഈ മാഗ്ന കാർട്ട കൂടുതൽ കാണിക്കുന്നത് അഥവാ കൂടുതൽ നോക്കി കാണുന്നത് എന്തിലേക്കാണ്? നോബിൾസിനും ബാരൻസിനും അവരുടെ പ്രിവിലേജസ് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. ഒക്കെ എടുത്തു പോയതല്ലേ, അല്ലേ? അപ്പോ അതിനൊക്കെ തിരിച്ചു കിട്ടണം. മാത്രമല്ല ഫ്രീ മാൻ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിലും ഇല്ലെങ്കിലും അവനെ ശിക്ഷിക്കണമെങ്കിൽ ഒരു ന്യായാധിപൻ വേണം. അങ്ങനെ എന്ത് ചെയ്യണം? സംസാരിക്കണം, തെളിവുകൾ വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മാഗ്ന കാർട്ടയിൽ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്ത് വന്നത്. ഓക്കെ, സോ ഇതാണ് കിങ് ജോണും മാഗ്ന കാർട്ടയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി നോക്കാനുള്ളത് ഇമ്പാക്ട് ഓഫ് മാഗ്ന കാർട്ട. ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഉടമ്പടി നിലവിൽ വന്നതിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്താണ്? ഏതൊക്കെ തരത്തിലാണ് എന്ത് ചെയ്തത്? എന്തൊക്കെയാണ് ഇമ്പാക്ട് വന്നത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അതുവരെയും രാജാക്കന്മാർ എന്താണ്? തോന്നിയ പോലെ ഭരിക്കുക, അല്ലെ? ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കാരെ ശിക്ഷിക്കും, അല്ലെ? തോന്നിയ എമൗണ്ട് ടാക്സ് വാങ്ങും. അതെല്ലാം തന്നെ മാറി എന്നുള്ളതാണ്. ഓക്കെ, അതായത് രാജാവാണ് ഉത്തമൻ, അഥവാ രാജാവാണ് ഏറ്റവും ഹയസ്റ്റ്. രാജാവിന് പറയുന്നത് നമുക്ക് കേൾക്കണം. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ പതിയെ മാറി തുടങ്ങി. എന്നിട്ട് എങ്ങനെയായി? അതായത് രാജാവ് അടക്കമുള്ള എല്ലാവരും ആരും തന്നെ നിയമത്തിന് മുകളിലല്ല. ഓക്കെ, ലോസ്, ഓക്കെ, നിയമങ്ങൾക്ക് മുകളിലല്ല. ഈ നിയമങ്ങളെല്ലാം ആർക്കും ബാധകമാണ്? രാജാക്കന്മാർക്കും ബാധകമാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് മാഗ്ന കാർട്ട യൂറോപ്പിൽ കൊണ്ടുവന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഇനി ഇതിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഓക്കെ, മാഗ്ന കാർട്ടയ്ക്ക് എന്തുണ്ട്? ഒരു ഡ്രോബാക്ക് ഉണ്ട്. അത്
രാജാവ് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, മാത്രമല്ല ബാരൻസിനും നോബിൾസിനും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ, മാത്രമല്ല ഫ്രീമാന്റെ ചില അവകാശങ്ങൾ, ഇതൊക്കെയാണ് മാഗ്ന കാർട്ടയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ എവിടെയും തന്നെ ഫാർമേഴ്സ്, ഈ പെസൻസിനുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങളോ ഇതൊന്നും തന്നെ എന്തിലുണ്ടായിരുന്നില്ല, മാഗ്ന കാർട്ടയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് യൂറോപ്പ് എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഭൂരിപക്ഷം, അതായത് ഒരുപാട് ആൾക്കാർ എന്തായിരുന്നു, പെസൻസ് ആയിരുന്നു. എന്നാൽ അവരെ കുറിച്ച് ഒരു വരി കൂടി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഒന്നും തന്നെ മാഗ്ന കാർട്ടയിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് മാഗ്ന കാർട്ടന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതായത് യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന പകുതിയിലേറെ ആൾക്കാർ എന്തായിരുന്നു, പെസൻസ് ആയിരുന്നു. സോ അവരുടെ അവകാശങ്ങളെ കുറിച്ചൊന്നും മാഗ്ന കാർട്ടയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത്. ചർച്ച് മെക്കാനിസം, അതുപോലെ തന്നെ കിങ് ജോൺ ആൻഡ് മാഗ്ന കാർട്ട, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, അതിന്റെ പോസിറ്റീവ്നെസ്, അതേപോലെ തന്നെ ഡ്രോബാക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിൽ പഠിച്ചത്. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വായിക്കുക. മാഗ്ന കാർട്ടയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ക്ലോസസ്, അതായത് കുറച്ച് പ്രോമിസസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ, അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാവും. സോ നമുക്കിനി അടുത്ത യൂണിറ്റിൽ നോക്കാം. സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.